എല്ലാവർക്കും നമസ്കാരം. വേദവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ ഈ ഒരാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടതെന്നും നമുക്കൊന്ന് നോക്കാം. അശ്വതിയും ഭരണിയും കാർത്തികക്കാലം ഉൾപ്പെടുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവേ ഈ ഒരാഴ്ചക്കാലം ദൂരദേശ യാത്രകളൊക്കെ അവർ ഒഴിവാക്കുക. സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുക, കടം കൊടുക്കുക, ഈ വക കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത് കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോഴും ആശയവിനിമയങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് കൃത്യമായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് തോന്നും എന്ന് കരുതിയിട്ട് മറച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ പിന്നീട് നമുക്ക് തന്നെ പ്രശ്നങ്ങളായിട്ട് വരാം. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ചക്കാലം നിങ്ങളെ സംബന്ധിച്ച് എന്ത് കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു സ്വഭാവവിശേഷണവും ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള കാര്യങ്ങളെ സമീപിക്കുന്നതും ഏറ്റവും ഉചിതമായിരിക്കും. ഈ ഒരാഴ്ചത്തെ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് സമീപത്തുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. കാർത്തിക മുക്കാലും രോഹിണിയും മകരത്തിരയിൽ ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരാഴ്ചക്കാലമാണ്. ധനപരമായിട്ട് ഏറെ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സാമ്പത്തികപരമായിട്ടുണ്ടാകുന്ന കടബാധ്യതകളൊക്കെ തീർക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. ഭാഗ്യക്കുറികളിൽ നിന്നൊക്കെ ധനം ലഭിക്കാനുള്ള യോഗമുള്ളത് കൊണ്ട് തന്നെ കഴിയാവുന്നതും ഭാഗ്യക്കുറികളൊക്കെ എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. രോഗാദി ക്ലേശങ്ങളൊക്കെ പ്രത്യേകമൊന്നും ശ്രദ്ധിക്കണം. വാക്കുകൾ നിമിത്തം മറ്റുള്ളവർക്ക് നമ്മളോട് അനിഷ്ടമോ പിണക്കമോ വരാതിരിക്കാനും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മകയിരത്തിരയും തിരുവാതിര പുണർദത്തി മുക്കാലും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലമാണ് ഈ ഒരാഴ്ചക്കാലം അനുഭവയോഗ്യമാകുക. ദൂരദേശ യാത്രകൾ ചെയ്യുന്നവരും വിദേശത്ത് ജോലികളൊക്കെ ചെയ്യുന്നവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. നിസ്സാരമാകുന്ന അസുഖങ്ങളെപ്പോലും വൈദ്യസഹായം തേടാനായിട്ട് പ്രത്യേകം ഈ നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കുക. ശനിയാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ജലധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയമന്ത്ര അർച്ചന ഇവ നടത്തി പ്രാർത്ഥിക്കുന്ന ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലതായിരിക്കും. പുണർദത്തിക്കാലും പൂയവും ആയില്യം ഉൾപ്പെടുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഗൃഹനിർമ്മാണ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ടൂറിസം മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഏറെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ കഴിയാവുന്നതും പ്രയോജനപ്പെടുത്താനായിട്ട് ഈ നക്ഷത്രക്കാരൊന്ന് ശ്രമിക്കുക. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ കുറച്ച് അച്ചടക്കം കൂടി പാലിക്കാനായിട്ടും എല്ലാ കാര്യങ്ങളും പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവവിശേഷത്തെ മാറ്റാനായിട്ടും ഈ നക്ഷത്രക്കാർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മകംപൂരം ഉത്രത്തിക്കാലിൽ ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഇവർ ഇരുചക്ര വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹന മേഖലയും ആയുധ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഏറെ കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ്. സൈന്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പൊതുമേഖലയിൽ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അപകീർത്തി ഉണ്ടാകാനുള്ള സാഹചര്യമുള്ളതിനാൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. എല്ലാ കാര്യങ്ങൾക്കും ഒരു തെളിവ് സൂക്ഷിക്കുന്ന സ്വഭാവവിശേഷവും പിന്തുടർന്ന് വരേണ്ടത് ഇവരെ സംബന്ധിച്ച് ഏറെ ഗുണം നൽകുന്നതാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നമ്മൾ പറയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമുക്ക് പിന്നീട് വരുന്നത് ഏറെ ദോഷകരമായിരിക്കും. തൊഴിൽ സ്ഥാനങ്ങളൊക്കെ നമുക്ക് അപകീർത്തിക്കുള്ള സാധ്യതകളൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ആലോചിച്ച ശേഷം പ്രവർത്തിക്കുന്നതായിരിക്കും ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. ഇവരുടെ ദോഷങ്ങൾ മാറാനായിട്ട് ഗണപതി ഭഗവാന് കറുക കൊണ്ട് അർച്ചന നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്തരത്തെ മുക്കാലും അത്തവും ചിത്തിരത്തരി ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ മിശ്രിതമായിരിക്കും. ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറെ നാളായി നിലനിന്നിരുന്ന കുടുംബസ്ഥാനത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നതിനും കുടുംബത്തിൽ ഐക്യത വരുന്നതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ സംജാതമാകും. വാഹന സംബന്ധമായും ഗൃഹസംബന്ധമായിട്ടും വേറെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംജാതമാകുന്ന ഒരാഴ്ചക്കാലമാണ്. എങ്കിൽ തന്നെയും കണ്ടകശനിയുടെ സമയം പലവിധത്തിലുള്ള മനോവിഷമതകൾക്കും ഇട നൽകിയേക്കാം. ദൂരദേശ യാത്രകളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള തീരുമാനങ്ങളൊക്കെ വളരെ ആലോചിച്ച് വേണം തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന യാത്രകളൊക്കെ പലപ്പോഴും നമുക്ക് വിനയായിട്ട് വരാനുള്ള സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് ചെയ്യാനായിട്ട് ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിത്തിരത്തിലെയും ചോതിയും വിശാഖത്തിൽ മുക്കാൽ ഉൾപ്പെടുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഏറെ ഗുണപരമായിരിക്കുന്ന സാഹചര്യമാണ് ഈ ഒരാഴ്ചക്കാലം. അവരെ അലട്ടിയിരുന്ന രോഗാദി ക്ലേശങ്ങളൊക്കെ മാറുന്നതിനും ഏറെ മനസ്സന്തോഷം ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. സന്താനങ്ങളെ ഓർത്തിട്ട് അഭിമാനിക്കേണ്ടതായ സാഹചര്യങ്ങളും ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് സംജാതമാകും. സമാധാനവും സന്തോഷവുമൊക്കെ സംജാതമാകുന്ന സാഹചര്യമാണ്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ വരാൻ പോകുന്ന ഒരാഴ്ചക്കാലം.
വിഷാദിക്കാനും അനുരവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് സ്വയം കൃതം അനർത്ഥം, നമ്മൾ തന്നെ നമുക്കുള്ള ദോഷങ്ങൾ വരുത്തി വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽ സ്ഥാപനത്തിലായ തന്നെയും നമ്മുടെ ജീവിതത്തിൽ തന്നെയും നമ്മുടേതായ പ്രവർത്തനങ്ങൾ കൊണ്ടോ നമ്മുടെ വാക്കുകൾ കൊണ്ടോ പലപ്പോഴും നമുക്ക് തന്നെ ദോഷങ്ങൾ സംജാതമാകും. അതുകൊണ്ട് തന്നെ ആ വക പ്രവർത്തന രീതികളൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കാനായിട്ട് ഇവർ ശ്രദ്ധിക്കുക. എല്ലാ കാര്യത്തിനും നമ്മൾ പറയുന്നതാണ് ശരിയെന്ന സ്വഭാവവിശേഷണവും ഇവർ മനസ്സിൽ നിന്നൊന്ന് മാറ്റേണ്ടതാണ്. ആശയവിനിമയം നടത്തുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാനും കൂടി ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വിവാഹാദി ആലോചനകൾക്കൊക്കെ ശ്രമിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ചതിയും വഞ്ചനയൊന്നും പെടാതിരിക്കാനും ഈ നക്ഷത്രക്കാർ ഈ ഒരാഴ്ചക്കാലത്തേക്ക് ശ്രദ്ധിച്ചു കൊള്ളുക. ഇവരുടെ ദോഷങ്ങൾ മാറാനായിട്ട് സമീപത്തുള്ള ശ്രീകൃഷ്ണ ഭഗവാന് പാൽപ്പായസ് നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുന്നത് മൂലം പൂരാടം ഉത്രാടത്തുകാലം ഉൾപ്പെടുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഏറെ നേട്ടങ്ങളുണ്ടാകുന്ന ഒരാഴ്ചക്കാലമാണ്. തൊഴിൽ രംഗത്തായാലും വ്യാപാര ബിസിനസ് രംഗത്തായാലും ഏറെ പുരോഗതിയൊക്കെ കൈവരിക്കാനും പുതിയ ആശയങ്ങളൊക്കെ പ്രാവർത്തിക തലത്തിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം കാണുന്നുണ്ട്. പുതിയ ബിസിനസ് സംരംഭങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ തൻ്റെ മനസ്സിലുള്ള ആശയങ്ങളെ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമായതിനാൽ എല്ലാ കാര്യങ്ങളും പ്രാവർത്തന തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർ പ്രത്യേകം ഒന്ന് പ്രയത്നിക്കണം. ഇതിവരുടെ ജീവിതത്തിൽ വളരെ വിജയത്തെ കൈവരിക്കുന്നതാണ്. ഇവരുടെ ദോഷങ്ങളൊക്കെ മാറിയിട്ട് ശീഘ്രവേഗം കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട് ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്രാടത്തി മുക്കാലും തിരുവോണവും അവിട്ടത്തരി ഉൾപ്പെടുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബസ്ഥാനത്ത് കലഹത്തിനുള്ള യോഗങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉദര സംബന്ധമായിട്ടുള്ള വ്യാധികളുള്ളവർ വൈദ്യസഹായം തേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് വരുന്നതായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ ഒരാഴ്ച കാലം ഇട നൽകുന്നതുകൊണ്ട് കഴിയാവുന്നതും ഭക്ഷണകാര്യങ്ങൾ ശ്രദ്ധിച്ച് വീട്ടിലുണ്ടാകുന്ന ഭക്ഷണങ്ങൾ മാത്രമായിട്ട് കഴിക്കാനായിട്ടും ഈ നക്ഷത്രക്കാർ ഈ ഒരാഴ്ച കാലത്തേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ പ്രശ്നത്തിന് മുൻതൂക്കം നൽകാനായിട്ടും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരുടെ ദോഷങ്ങൾ മാറാനായിട്ട് ശിവഭഗവാനെ മൃത്യുഞ്ജയ മന്ത്രാർച്ചന നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അവിട്ടത്തരയും ചതയവും പൂരുരുട്ടാതി മുക്കാലും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ സന്തോഷമാണെങ്കിലും മനസ്സിലേറെ വിഷമതകൾ നിറയുന്ന ഒരു സാഹചര്യമാണിപ്പോൾ. സന്താനങ്ങൾ ഓർത്തോ ഗൃഹസ്ഥാനത്തിലോ കലഹം കൊണ്ടോ മനസ്സിന് ക്ലേശങ്ങളൊക്കെ സംജാതമാകും. എന്നിരുന്നാൽ ഒരു പരിധിവരെ നമ്മുടെ മനോവിഷമങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നതായ സ്വഭാവവിശേഷങ്ങളൊക്കെ മാറ്റി വരുന്ന കാര്യങ്ങൾ കൂടുതൽ ഗുണപരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവർ കൈക്കൊള്ളുക. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യവും എടുത്തുചാട്ടവും ഇവരുടെ ജീവിതത്തിൽ പലവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് ശ്രമിക്കുക. ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് സ്വരുമതയിൽ പോകാനും ഈ ഒരാഴ്ചക്കാലത്തേക്ക് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉരുട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലമാണ്. വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായ ധനനഷ്ടം വന്നു ചേരാനുള്ള സാധ്യതകളൊക്കെ പറയുന്നുണ്ട്. വസ്ത്ര വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങൾക്ക് ഉദര സംബന്ധമായി വരുന്നതോ പാദങ്ങൾ സംബന്ധമായി വരുന്ന പ്രശ്നങ്ങളെ ഇവരെ ഏറെ അലട്ടിയേക്കാം. അത് കൃത്യമായിട്ട് വൈദ്യസഹായം തേടാനായിട്ടും ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഏറെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. എങ്കിൽ പോലും പലപ്പോഴും ധനത്തിൻ്റെ അധിക ചെലവ് നമുക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ വന്നു ചേർന്നേക്കാം. ആയതിനെ കുറയ്ക്കുന്നതിനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുക. അമിതമായിട്ട് വരുന്ന പാഴ്ചെലവും ആഡംബരത്തിന് വേണ്ടിയിട്ടുള്ള ചെലവും ഒഴിവാക്കാനായിട്ടും ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി തൃഷ്ടിപ്പ് മന്ത്രപുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ എല്ലാ നക്ഷത്രക്കാർക്കും വ്യാഴമാറ്റം നമുക്ക് ഈ വരുന്ന മെയ് മാസം 30-ാം തീയതിയാണ്. ആ വ്യാഴമാറ്റം ഓരോ നക്ഷത്രക്കാരെയും അനുകൂലവും പ്രതികൂലവും ഒക്കെ ആയിട്ട് ബാധിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. വ്യാഴമാറ്റം എന്ന് പറയുന്നത് അതിപ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിനെ വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത്. അതനുസരിച്ചുകൊണ്ട് നമ്മൾ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ദോഷങ്ങളുള്ള നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമാകുന്നതിനും അതുപോലെ തന്നെ ഗുണപരമാകുന്ന നക്ഷത്രക്കാർ പുതിയ ആശയങ്ങളൊക്കെ പ്രാവർത്തിക തലത്തിൽ എത്തിക്കാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഗൃഹവാഹന ഇത്യാദി ഗുണങ്ങളൊക്കെ അനുകൂലമാക്കുന്നതിനുള്ള പ്രവർത്തന രീതിയും കൊണ്ടുവരേണ്ടതാണ്. അതിനുള്ള വീഡിയോ എല്ലാവരും നമ്മുടെ ചാനലിൽ കാണുക. എല്ലാവർക്കും ഗുണഫലത്തെ നേർന്നുകൊണ്ട് മൂകാംബിക ദേവി എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.